ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരാണ്. ചില സമയത്ത് പോലീസ് ചെക്കിംഗ് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ വാഹനത്തിന്റെ രേഖ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊന്നും കണ്ട് എന്ന് വരില്ല. പക്ഷെ നമ്മുടെ വാഹനത്തിന് ഈ ഡോക്യുമെന്റ് ഉണ്ടാവും, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും. നമ്മളത് കോപ്പി എടുത്ത് വെക്കാൻ മറന്നു പോകും, ചിലപ്പം ഒറിജിനൽ കൈ കരുതാൻ മറന്നു പോകും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വണ്ടിക്ക് രേഖകൾ ഉണ്ട്, എല്ലാം കറക്റ്റ് ആണ്, ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട് എന്ന് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണ് എന്ന് എങ്ങനെ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഇതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, mParivahan. ഇതിൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാഹനത്തിന്റെ rcbook ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ വാഹനത്തെ കുറിച്ചുള്ള എല്ലാവിധ രേഖകളും കിട്ടും. പൊല്യൂഷൻ എന്നുവരെയുണ്ട്, ഇൻഷുറൻസിന്റെ കാലാവധി എന്നാണ്, ഏത് കമ്പനിയാണ്, നമ്മുടെ ഏത് വാഹനമാണ് എന്നുൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിലും കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ? നമ്മളുടെ ഫോണിന്റെ പ്ലേ സ്റ്റോറിൽ mParivahan എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഐക്കണിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഇത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, rcbook ഒക്കെ എടുക്കാനായിട്ട്, വണ്ടി എടുക്കാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ ആ വന്നിരിക്കുന്ന OTP നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്രിയേറ്റ് ന്യൂ സെക്യൂരിറ്റി MPIN എന്ന് പറഞ്ഞ് ചോദിക്കും. അവിടെ ഒരു 6 അക്ക നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ MPIN ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെയായിട്ട് MPIN കൊടുക്കുക, സൈൻ ഇൻ വിത്ത് MPIN എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്പിലേക്ക് എൻട്രി ആകും. അവിടെ 2 ഓപ്ഷനാണുള്ളത്, വെർച്വൽ RC എന്നും വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ 2 ഓപ്ഷനാണുള്ളത്. നമ്മൾ ആദ്യമായിട്ട് വെർച്വൽ RC എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കറക്റ്റായിട്ട് നമ്മളുടെ വണ്ടി, ഏത് വണ്ടിയുടെ rcbook ആണ് നമുക്ക് കാണേണ്ടത്, നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആ വണ്ടിയുടെ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വണ്ടിയുടെ ചേസ് നമ്പർ അവസാനത്തെ 5 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വണ്ടിയുടെ ഇഞ്ചൻ നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഡീറ്റെയിൽ എല്ലാം നമുക്ക് നമ്മുടെ വണ്ടിയുടെ rcbookൽ നിന്നും കിട്ടുന്നതാണ്. ഇതെല്ലാം ഈ 3 ഓപ്ഷനും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നതിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരും, വെർച്വൽ RC. അതിൻ്റെ തൊട്ട് താഴെ വ്യൂ വെർച്വൽ RC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽ, ആരുടെ പേരിലാണ് വണ്ടി, വണ്ടിയുടെ ചേസ് നമ്പർ, ഇഞ്ചൻ നമ്പർ, ഏത് പേരാണ് വണ്ടിയുടെ, ടാക്സ് എന്നിവരെ അടച്ചിട്ടുണ്ട്, ഏത് ടൈപ്പ് വണ്ടിയാണ്, എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, കളർ എന്താണ്, ഇൻഷുറൻസ് പോളിസി ഏത് കമ്പനിയുടെയാണ്, ഇൻഷുറൻസ് പോളിസിയുടെ നമ്പർ ഏതാണ്, നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ടാണ് തീരുന്നത്, പൊല്യൂഷൻ എന്നുകൊണ്ടാണ് തീരുന്നത്, വണ്ടിയുടെ ഫിറ്റ്നസ് എന്നിവരെയുണ്ട്. ഇങ്ങനെ നമ്മളുടെ വണ്ടിയെക്കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിലും കാണിക്കും. നമുക്ക് അടുത്തതായിട്ട് വെർച്വൽ DL എന്ന് പറഞ്ഞൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ലൈസൻസ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ ലൈസൻസിൻ്റെ നമ്പർ അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് ലൈസൻസ് ആണോ ആഡ് ചെയ്യുന്നത് ആ ആളുടെ, അതിൻ്റെ ഓണറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ നിന്ന് കറക്റ്റായിട്ട് കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വർഷവും മാസവും എല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അവിടെ ആഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ വെർച്വൽ RC വന്നതുപോലെ തന്നെ ഇവിടെ പുതിയൊരു ഓപ്ഷൻ ഇവിടെ വരും, വെർച്വൽ DL എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, ആരുടെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ഏതൊക്കെ തരത്തിലുള്ള ലൈസൻസ് ആണ് നമുക്കുള്ളത്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിലുകളും
ഇതിലേക്ക് ആഡായി വരും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC ബുക്കൊക്കെ നമുക്ക് ഒറിജിനൽ ക്യാരി ചെയ്യാതെ ഈ ആപ്പിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ചെക്കിംഗ് വരുമ്പോൾ ഇതിൽ കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ വാഹനത്തെക്കുറിച്ചുള്ള എല്ലാവിധ ഡേറ്റകളും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ പോലീസുകാരെ നമ്മളുടെ വാഹനത്തിന്റെ രേഖകൾ കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ താഴെ ഇടുക. കൂടാതെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.